മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ആ വയറ്റിനുള്ളിൽ ഒരു നണി ആഹാരത്തിൻ്റെ അംശം പോലും ഇല്ലായിരുന്നു. 28 വയസ്സുള്ള തുഷാര എന്ന യുവതിയുടെ മൃതദേഹത്തിൻ്റെ ഭാരം വെറും 21 കിലോ മാത്രം. ഇത് കണ്ട മാതാപിതാക്കൾ ഞെട്ടുക മാത്രമല്ല, അവരുടെ കണ്ണിൽ നിന്നും തീനാളം മാത്രമല്ല, കണ്ണുനീരായിരുന്നു. ചുടുചോരയുടെ കണ്ണുനീരാണ് ഒഴുകിയത്. അവിടെ ഞാൻ ചോദിക്കുന്നു, എന്തിനെ കണ്ണുനീർ പൊഴിക്കണം? സ്വന്തം മകളെ കല്യാണം കഴിച്ചു, ഭർത്തൃ വീട്ടിലേക്ക് അയച്ചു. എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാതെ ആ മൃതദേഹം കാണാൻ വന്നിട്ട് എന്തിനാണ് കണ്ണുനീർ പൊഴിക്കുന്നത്? പറഞ്ഞു വന്നത് കൊല്ലം പൂയപ്പള്ളിയിലുള്ള തുഷാര വധക്കേസാണ്. തുഷാരയുടെ കൊലപാതകം. അതിൻ്റെ പ്രതികൾ ഭർത്താവും അമ്മയും, ഭർത്താവിൻ്റെ അമ്മയും. 2 പെൺകുട്ടികളുടെ അമ്മയാണ് തുഷാര. വലിയ കൊടിയ പീഡനമാണ് ഭർത്തൃ വീട്ടിൽ നിന്ന് തുഷാര അനുഭവിച്ചത്. 5.5 വർഷത്തെ കൊടും പീഡനം. മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു കൊടും ക്രൂര പീഡനങ്ങളുടെ കഥകളാണ് പിന്നീട് പുറം ലോകം അറിയുന്നത്. 2013 തുഷാരയുടെയും ചന്തുലാലിൻ്റെയും വിവാഹം. വെറും ഒരാഴ്ച മാത്രം വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരു ജീവിതം നയിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം സ്ത്രീധനം ആരോപിച്ച് കൊടിയ പീഡനമാണ് പിന്നീട് അരങ്ങേറിയത്. എഴുതി കൊടുക്കേണ്ടി വന്നു 3 വർഷം. 3 വർഷം എനിക്ക് സമയം തരണം, ബാക്കി 2 ലക്ഷം രൂപ ഞാൻ തരാമെന്ന്. വെറും 2 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ജീവൻ അവർ ഇരുവരും ചേർന്ന് എടുത്തത്. കൊടും പീഡനം എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സാരമായി തോന്നും. ശാരീരികമായിട്ടുള്ള പീഡനം മാത്രമല്ല, പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു. പട്ടിണിക്കിട്ട്. എന്നും തുഷാരയുടെ നിലവിളികൾ മാത്രമാണ് അയൽവാസികൾ കേട്ടിരുന്നത്. ഇതിനിടയിൽ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി. ആ കുഞ്ഞുങ്ങളെ ഒന്ന് താലോലിക്കാൻ പോലും അനുവാദമില്ലായിരുന്നു തുഷാരയ്ക്ക്. സ്വന്തം വീട്ടിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ തനിക്ക് ഏറുന്ന ഈ പീഡനങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറയുവാനോ ഒന്നും ഒരു അനുവാദവും ഇല്ലാത്ത രീതിയിൽ ഒരു തടങ്കലിൽ തന്നെയായിരുന്നു തുഷാര ആ വീട്ടിൽ കഴിഞ്ഞുകൂടിയിരുന്നത്. തങ്ങളുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടും കാര്യമില്ലായിരിക്കാം. ചിലപ്പോൾ അവരും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരായിരിക്കാം. എന്തു തന്നെയായാലും ആ കൊടും പീഡനങ്ങൾ അത്രയും ഏറ്റുവാങ്ങി 5 കൊല്ലത്തോളം ആ വീട്ടിൽ അനുഭവിച്ച് ജീവിച്ചു മരിച്ചു എന്ന് തന്നെ പറയാം. 2 കുഞ്ഞുങ്ങൾ ഇതിനിടയിൽ അവർക്ക് ജന്മം നൽകേണ്ടി വന്നു. ആ കുട്ടികളെ ഒന്ന് എടുക്കുവാനോ താലോലിക്കാനോ യാതൊന്നിനും ഈ അമ്മായിമ്മയോ ഈ ഭർത്താവോ സമ്മതിച്ചിരുന്നില്ല. ഓരോ ദിവസവും ഭർത്താവിൻ്റെ വക ശാരീരിക പീഡനം, അമ്മായിമ്മ ശാരീരികമായിട്ടുള്ള പീഡനം, ഇതിൻ്റെ നിലവിളികളും കാര്യങ്ങളും എല്ലാമാണ് ഈ കുഞ്ഞുങ്ങൾ കേട്ട് വളർന്നത്. വെറും 3.5 വയസ്സുകാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കൂടുതൽ അന്വേഷണം ഊർജിതമാക്കിയത്. ഒപ്പം അയൽവാസികളുടെ പഞ്ചസാര കലക്കിയ വെള്ളവും കുതിർത്ത അരിയും മാത്രമാണ് ആഹാരമായി നൽകിയിരുന്നത്. ചിന്തിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇങ്ങനെയും നമ്മുടെ കേരളത്തിലൊക്കെ സംഭവിച്ചോ എന്നുള്ളത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് സ്ത്രീകൾ കുറച്ചുകൂടി മുന്നേറേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. തുഷാരയെ പോലെ ആരും ആകാതിരിക്കുക. തുഷാരയുടെ മാതാപിതാക്കളെ പോലും ആ അയൽവാസികളെ പോലെയും ആരും ആകാതിരിക്കുക. തൊട്ടടുത്ത ഒരു വീട്ടിൽ ഒരു സ്ത്രീ എന്നും നിലവിളിക്കുമ്പോൾ കുടുംബ വഴക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കൈയൊഴിയരുത്. അയൽവാസികൾ ചോദ്യം ചെയ്യണം. ഇതിന് വേണ്ടുന്ന കൗൺസിലേഴ്സും മെമ്പേഴ്സും ഒക്കെ ഉള്ള ഒരു പഞ്ചായത്തിലൊക്കെ തന്നെയല്ലേ അവരും താമസിച്ചിരുന്നത്. ഒരാളെങ്കിലും ഒന്ന് വിരൽ ചൂണ്ടിയിരുന്നെങ്കിൽ ഇന്ന് ആരോഗ്യവതിയായിട്ട് ആ പെൺകുട്ടി ഇന്ന് നമ്മളോടൊപ്പം കണ്ടിരുന്നേനെ, മരണപ്പെടില്ലായിരുന്നു. അവളുടെ മൃതദേഹം കണ്ടപ്പോൾ 28 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ആ ഒരു ശരീരഭാരം 21 കിലോ മാത്രം. ഇന്ന് 10-12 വയസ്സുള്ള കുട്ടിക്ക് പോലും അത്രയേറെ ശരീരഭാരമുണ്ട്. അപ്പം ഇത്രയും 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ ഒരു പെൺകുട്ടിയുടെ ശരീരഭാരവും നമുക്ക് ചിന്തിക്കുന്നതിലും അധികമാണ്. തൊലികളൊക്കെ എല്ലിനോട് ചേർന്ന് ഒട്ടി, വയറൊക്കെ ഒട്ടി, നെഞ്ചിൻ്റെ ആ കുടലം പുറത്തു വന്ന് എല്ലുകളെല്ലാം തെളിഞ്ഞ് അത്രയും വികൃതമായ ഒരു രൂപമാണ് തുഷാരയെ അവസാനം മാതാപിതാക്കൾ കാണുന്നത്. വളരെ സുന്ദരിയായ ഒരു യുവതിയായിരുന്നു തുഷാര. അപ്പോൾ ഫോട്ടോകളിലൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം, നല്ലൊരു പെൺകുട്ടി, കാണാൻ അത്യാവശ്യം ചന്തമുള്ള നല്ലൊരു പെൺകുട്ടിയാണ് തുഷാര. ആ പെൺകുട്ടി മരിച്ചപ്പോൾ ഉള്ള ഒരവസ്ഥയാണിത്.
ഈ ഇളയ കുട്ടിയെ നഴ്സറിയിൽ കൊണ്ടുവന്ന് ആക്കിയപ്പോഴും അവിടുത്തെ ടീച്ചർ ചോദിച്ച് എന്തിയെ കുട്ടിയുടെ അമ്മ കിടപ്പ് രോഗിയാണെന്നാണ് അതിൽ മറുപടി പറഞ്ഞത്. സ്വന്തം അമ്മയുടെ പേര് തുഷാര എന്നതിന് പകരം ചന്തുലാലിൻ്റെ അമ്മ ഗീത എന്നാണ് ആ കുട്ടിയുടെ അമ്മ എന്നുള്ള സ്ഥാനത്ത് എഴുതി കൊടുത്തത്. അത്രയേറെ വെറുക്കാൻ മാത്രം ഈ പെൺകുട്ടി എന്താണ് ഇവർക്ക് ചെയ്തത്? എന്താണ് ഇവരുടെ മകന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി ചെയ്തത്? ഈ മകൻ്റെ ഭാര്യയായി എന്നുള്ളത് മാത്രമല്ലേ, അങ്ങ് വിട്ടുകൂടായിരുന്നോ? എന്തിനായിരുന്നു ഈ പണത്തിന് വേണ്ടി, സ്ത്രീധനത്തിന് വേണ്ടി കൊടും ക്രൂരത ചെയ്തത്? വിട്ടുകൂടായിരുന്നു? ജീവിച്ചു പൊയ്ക്കൂട്ടായിരുന്നു? ഇത്രയേറെ നമ്മുടെ മലയാളികളുടെ മനസ്സുകൾ വികൃതമാകുന്നല്ലോ എന്നാലോചിക്കുമ്പോൾ ഭയം തോന്നും. ഒരു പക്ഷേ ഇനിയും തുഷാരെ പോലെ ഒരു പെൺകുട്ടിയും ആകാതിരിക്കുക. ഒരു പെൺകുട്ടിയും ഇപ്പോൾ സാധാരണ പെൺമക്കളുള്ള ഇപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് പുരോഗമനപരമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. പെൺകുട്ടികളെ ജോലിയൊന്നും വേണ്ട, കുറച്ച് പഠിപ്പിച്ച് വിടാം. പക്ഷെ അതിൽ നിന്ന് മാറ്റം വേണം, അനിവാര്യമാണത്. ഏതൊരു പെൺകുട്ടിക്കും അത്യാവശ്യം വിവാഹ ജീവിതമല്ല. നമ്മൾ അതിനു മുമ്പ് ഉത്തര കൊലക്കേസും ഒക്കെ മറ്റുള്ള വിസ്മയുടെ ഒക്കെ കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇവരെല്ലാം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷേ എന്നിട്ട് സംഭവിക്കുന്നത് കൊടും പീഡനങ്ങളാണ്. നമ്മൾ ഏറെ മോഹത്തോടെയും ഏറെ സന്തോഷത്തോടെയാണ് ഒരു കുടുംബജീവിതത്തിൽ മറ്റൊരു വീട്ടിലേക്ക് ഓരോ പെൺകുട്ടിയും ചെന്ന് കയറുന്നത്. അത് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും. ഇന്നും അഭിമാനം എന്നുള്ളൊരു സംഗതി എല്ലാ കുടുംബങ്ങളിലും ഉണ്ട്. പലതും മറച്ചു വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന പെൺകുട്ടികളോട് പറയുമ്പോൾ നിങ്ങൾ അതിലേക്ക് ആ പെൺകുട്ടികളെ വിടരുത്. ഒരു കംഫർട്ടബിൾ സോണിലല്ല അവരെന്ന് ഉറപ്പ് വരുത്തുമ്പോൾ തിരികെ തങ്ങളുടെ മകളെ തിരികെ വിളിക്കുക. മകളുടെ ജീവനേക്കാൾ അപ്പുറമായിട്ട് യാതൊന്നുമില്ല. ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് കുടുംബജീവിതം കൊണ്ടുപോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. തീരെ നിവർത്തിക്കിടുന്ന ഒരവസ്ഥയിലേക്ക് മകളെ തിരിച്ചു വിളിക്കുക. എന്തെങ്കിലും മകൾക്ക് ഒരു ദേഹോപദ്രവം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുക. ഇന്ന് നമുക്ക് നിയമമുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്, സ്ത്രീകൾക്ക് സംരക്ഷിക്കുക ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ പ്രത്യേകിച്ച് സംസ്ഥാനത്തുണ്ട്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പെൺമക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ബാധ്യത തീർന്നു എന്നുള്ള കാഴ്ചപ്പാട് മാറ്റിയെടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. പെൺകുട്ടികൾക്ക് ഏറ്റവും അധികം വേണ്ടുന്ന, ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഒരു ജോലി കിട്ടിയതിന് ശേഷം മാത്രം ഓരോ പെൺകുട്ടിയും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നേരിടാൻ പ്രയാസകരമായിരിക്കും. ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ നമുക്ക് നേരിട്ടാലും നമുക്കത് തരണം ചെയ്ത് ബോൾഡായിട്ട് ജീവിക്കാനുള്ള ഒരു മാർഗമുണ്ട്. ഒരു പക്ഷേ അച്ഛനെയും അമ്മയൊക്കെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാമെന്നുള്ള ഒരു തൻ്റെ ഇടം ഈ ഒരു ജോലിയിലൂടെ നമുക്ക് കിട്ടും. ഏതൊരു പെൺകുട്ടിയും ചെയ്യേണ്ടത് നന്നായിട്ട് പഠിക്കുക, അവരുടെ കരിയർ, അവരുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുക, എന്നതിന് ശേഷം ഒരു വിവാഹ ജീവിതം. ഇന്ന് ഒരു കുടുംബം കഴിയണമെങ്കിൽ ഭർത്താവിന് മാത്രം ജോലി പോരാ, ഭാര്യയ്ക്കും ജോലി വേണം. ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നു കഴിഞ്ഞു. അതിന് കുറച്ചുകൂടി പെൺകുട്ടികളെ പ്രാപ്തമാക്കുക, അവരെ അത്തരത്തിലേക്ക് മുൻപോട്ട് നയിക്കുക. ചെറിയ വിദ്യാഭ്യാസമേ ഉള്ളൂ, ഒരു പ്രൈവറ്റ് ജോലിയേ ഉള്ളൂ, ഏതായാലും ഒരു ജോലിക്ക് തന്നെ പോവുക. ജീവിതത്തിൽ എന്ത് വന്നാലും ബോൾഡായിട്ട് തിരികെ വന്ന മക്കളെ ഞങ്ങളുണ്ട് എന്ന് ഒരു കരുതൽ അച്ഛനും അമ്മയും സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങൾ നൽകുക, സമൂഹം നൽകുക. തൊട്ടടുത്ത വീട്ടിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതൊന്ന് അന്വേഷിക്കുക. നാളെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൊട്ടടുത്ത വീട്ടുകാരാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. അയൽവാസികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അവിടുത്തെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തരത്തിൽ വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദ്യം ചെയ്യണം. അതൊക്കെ അല്ലേ സമൂഹം എന്ന് പറയുന്നത്. സമൂഹം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം. ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യണം. അനാവശ്യ കാര്യങ്ങളില്ലെങ്കിലും ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യണം. ഏതായാലും ഇപ്പോൾ ഈ ചന്തുലാലിനും മാതാവ് ഗീതാലാലിക്കും ജീവപര്യന്തം കഠിന തടവും അതുപോലെ തന്നെ പിഴയുമാണ് ഇപ്പോൾ കോടതി നൽകിയിരിക്കുന്നത്. എന്തിനീ കഠിന തടവ്? ഇപ്പം നമുക്കറിയാം, പലരും ജീവപര്യന്തം പോയിരുന്നവരൊക്കെ തിരിച്ചിറങ്ങി വരുമ്പോൾ നല്ല സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് മുഴുത്താണ് ഇറങ്ങി വരുന്നത്. ഇവിടുത്തെ പുറത്ത് കിടന്ന് ആഹാരം കഴിക്കുന്നതിനേക്കാളും നല്ല ചിക്കനും മട്ടനും ബിരിയാണിയൊക്കെ കഴിച്ച് ഇവരെയൊക്കെ പുഷ്ടിപ്പെടുത്തുക. ഇതൊന്നും അല്ല വേണ്ടത്, നല്ല തക്ക ശിക്ഷയാണ് നൽകേണ്ടത്. ഏതായാലും ജീവപര്യന്തം കഠിന തടവും പിഴയും ഒക്കെ നൽകിയിട്ടുണ്ട്. 1 ലക്ഷം രൂപയാണ് പിഴ. അത് ആ കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഏതായാലും ശിക്ഷ നല്ല കഠിനമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോയൊക്കെ ഇന്ന് പത്രത്തിൽ വന്നിരുന്നു. വാഗനിലോട്ട് ചാരി
ചാരിയിരിക്കുന്ന അമ്മയുടെ ഫോട്ടോയൊക്കെ ഇത് കാണുമ്പം സത്യം പറഞ്ഞാൽ കേരള മനസാക്ഷി ഒന്നുകൂടി ഇല്ല പറഞ്ഞ ഒരു കലിപ്പാണ് വരുന്നത്. ഇവരെയൊന്നും ഭൂമിക്ക് മീതെ വെച്ചേക്കരുത്. ഇവരൊന്നും ഭൂമിക്ക് മീതെ 5 വർഷമാണ് ഒരു പെൺകുട്ടിയെ ദുരിതക്കയത്തിൽ, നരഹത്യ എന്ന് തന്നെ പറയാം, ഒരു കൊലപാതകം ഒറ്റ വെട്ടിൽ ചിലപ്പോൾ തീരും. പക്ഷേ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇഞ്ചിഞ്ചായിട്ട് പട്ടിണിക്കിട്ട് എന്തിന് ഇത്ര ക്രൂരകൃത്യം? ഒരു പക്ഷേ കേരളം കണ്ടതിലെ ഏറ്റവും വലിയ ക്രൂരത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇനി നമ്മുടെ പെൺമക്കൾക്കൊന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക.